നമസ്കാരം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ഒരു ചർച്ചയേ ഉള്ളൂ. എന്താണെന്നറിയാമോ? നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിഗയുടെ പ്രസവ വ്ളോഗിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാനും ഒന്ന് രണ്ട് വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. പക്ഷേ അതിനകത്തൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറയുകയാണ് ഈ വീഡിയോയിൽ കൂടി. അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അതിനകത്ത് അവിടെ ഒരു കുടുംബത്തിൻ്റെ സപ്പോർട്ട്, ഭർത്താവിൻ്റെ സപ്പോർട്ട്, അല്ലെങ്കിൽ ഒരു പ്രസവ സമയത്ത് ഒരു അമ്മ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് അറിയാൻ വയ്യാത്തവർ അറിയുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പോസിറ്റീവുകൾ ഈ വീഡിയോയ്ക്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് കൂടാതെ മറ്റൊരു പോസിറ്റീവ് കാര്യം കൂടി ഇതിനകത്തുണ്ട്. അതായത് ഈ വീഡിയോ ഒരുപാട് കുട്ടികളും കാണുന്നുണ്ട്. തീരെ കുഞ്ഞുങ്ങളല്ല, മൊബൈൽ ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരുപാട് കുട്ടികൾ ഈ വീഡിയോ കണ്ടു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പറയാറുണ്ട്, കുട്ടികളെ ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് വളരെ ആവശ്യമാണ്. ഒരു പ്രായമായാൽ അവർക്ക് ലൈംഗിക വിദ്യാഭ്യാസം അനിവാര്യമാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ ഈ പ്രസവിക്കുന്നത് എന്തുവാണെന്ന് പോലും കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. അവർ ഇങ്ങനെ കേൾക്കുന്നു എന്നല്ലാതെ തങ്ങളുടെ അമ്മ തങ്ങളെ പ്രസവിച്ചു എന്നുള്ളത് സത്യം ഒരുപക്ഷെ അവർക്ക് അറിയാമെന്നല്ലാതെ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. കാരണം അതാണല്ലോ, കുട്ടികൾക്ക് അങ്ങനെയുള്ള അതിനുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും നമ്മളിന്ന് കൊടുക്കാറില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടി ആ കുഞ്ഞുങ്ങൾ കാണുകയാണ് എന്താണ് പ്രസവം എന്നുള്ളത്. ആ പ്രസവം എന്ന സത്യത്തിൻ്റെ, അതിൻ്റെ വേദന, അതിൻ്റെ മറ്റ് പ്രശ്നങ്ങൾ എല്ലാം കുഞ്ഞുങ്ങൾ ഇതിനകത്തൂടെ കാണുന്നു. അപ്പോൾ അവരുടെ മനസ്സിലേക്ക് ഒരു സത്യം ആഴ്ന്നിറങ്ങുകയാണ്. എന്താണെന്നറിയാമോ? തങ്ങളുടെ അമ്മ തങ്ങളെ എങ്ങനെയാണ് പ്രസവിച്ചത്, ആ ഒരു അറിവ്, ആ ഒരു ബോധ്യം അവരുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുകയും തങ്ങളുടെ അമ്മയോടുള്ള ആ ഒരു സ്നേഹം അവർക്ക് കൂടാനുള്ള ഒരു പ്രധാന കാരണവുമാകുകയാണിത്. അപ്പോൾ ഈ വീഡിയോ എന്നല്ല, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഒരു അത്യാവശ്യ കാര്യങ്ങളൊക്കെ കൊച്ചിലെ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കണം. കാരണം അവർ വളർച്ചയുടെ ഘട്ടങ്ങളിൽ മാതാപിതാക്കളോടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ കുഞ്ഞുങ്ങളെ അവരുടെ മനസ്സിൽ വളരുന്നതിന് ഇങ്ങനെയുള്ള അറിവുകളൊക്കെ വളരെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ തൻ്റെ അമ്മയോടുള്ള ആ ഒരു സ്നേഹം, ബഹുമാനം കൂടുന്നു. അപ്പോൾ ഈ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ കുഞ്ഞിലെ മുതലേ ആ ഒരു മാനസിക ബോധ്യത്തോടു കൂടിയുള്ള ഒരു മാനസിക വളർച്ച അവർക്ക് വരും കാലങ്ങളിൽ തങ്ങളുടെ അമ്മയോടുള്ള ആ ഒരു സ്നേഹം, ബഹുമാനം ഒരു തരത്തിലുമില്ല, ഒന്നിനും നശിപ്പിക്കാൻ പറ്റാത്തത്ര ശക്തമാകുന്നു. അപ്പോൾ അവർക്ക് ഒരിക്കൽ പോലും തങ്ങളുടെ അമ്മയോട് എപ്പോഴും അവർക്കത് ഓർമ്മയായിരിക്കും. കുഞ്ഞിലെ തൊട്ട് അത് അവരുടെ മനസ്സിലിങ്ങനെ അടിത്തറ പാകി വരികയാണ് മുകളിലേക്ക് ശക്തമായ രീതിയിൽ. അല്ലാതെ ഒരു വളർച്ച പ്രാപിച്ച് പ്രസവം എന്തെന്ന് അറിയുന്ന കൂട്ടല്ല. കൊച്ചിലെ ആകുമ്പം ആ അമ്മ എത്രമാത്രമാണ് എന്നുള്ള ആ ഒരു കുഞ്ഞിലെ മുതൽ ചുട്ട മുതൽ ചുടല വരെ എന്നല്ലേ പറയാം. അപ്പോൾ ആ ചുട്ടയിലെ ആ ഒരു ബോധ്യം അവരുടെ മനസ്സിൽ വന്നാൽ അവർക്ക് ഒരിക്കൽ പോലും തങ്ങളുടെ മാതാവിനെ ഒന്ന് ദേഷ്യപ്പെടാനോ അവരോടൊന്ന് മുഖം കറുപ്പിക്കാനോ ഒന്നും പോലും സാധിക്കില്ല. ഇന്ന് നമുക്കറിയാം, അമ്മമാരൊക്കെ എടുത്ത് തെരുവിലേക്ക് എറിയാണ് മക്കൾ. യാതൊന്നും നോക്കുന്നില്ല. ജോലിയുള്ള മക്കൾ അമ്മയെ എടുത്ത് തെരുവിലേക്ക് എറിയുന്നു, അനാഥാലയങ്ങളിലേക്ക് എറിയുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് നിർത്താൻ സാധിക്കും. കാരണം കുഞ്ഞുങ്ങളിൽ ഇത് മൂലം ഉണ്ടാകുന്ന ഒരു ബോധവൽക്കരണം വളരെ പ്രധാനമാണ്.